ഞാനിപ്പം BSc നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അറിയുന്നത് മെർച്ചന്റ് നേവിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും അറിയാം മെർച്ചന്റ് നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്ത ഒരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ദൈവം ഞാൻ എന്ത് ചെയ്യും, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിത് മതി എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ആകെയുള്ള ഒരു ഫസ്റ്റത്തെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് മെർച്ചന്റ് നേവി കയറണം, എനിക്ക് യൂണിഫോം ഇടണം. ഞാൻ അപ്പം അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മെർച്ചന്റ് നേവിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ IMSCT ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഫുൾ യൂണിഫോമിൽ ഒന്ന് സാക്ഷ്യം പറയാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പലരും ലൈഫ് എങ്ങനെ ശരിയാവുക, 6 മാസം കപ്പലിൽ 6 മാസം പിന്നെ വീട്ടിൽ വരാം, ഇതെങ്ങനെ ഫാമിലി ലൈഫ് ആണെങ്കിൽ എങ്ങനെ ശരിയാവുക, എല്ലാവർക്കും നെഗറ്റീവ് കമന്റ്സ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്ക് മാതാവ് തരും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചു. ബസ്സിൽ വരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഞാൻ പുറത്തു വന്ന ടൈമിലാണെങ്കിലും ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതോടെ തന്നെ എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി. ലൈക്ക് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളാണെങ്കിലും അതൊക്കെ റിയൽ ആണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു ക്ലാസ്മേറ്റിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇവിടെ നിന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലും സൗഖ്യം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസം. ഇപ്പം ഇതിനെപ്പറ്റി എനിക്കറിയാം, കൃപാസിനെ പറ്റി ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും കുറേ പേർക്ക് ഇത് ഒരു പുച്ഛമാണ്, ഓക്കെ ഇതൊന്നും റിയൽ അല്ല, ഫേക്ക് ആണെന്ന് പറയുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കറിയാവുന്നവരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് ഇതൊക്കെ തന്നത് മാതാവ് തന്നെയാണ്. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ യൂണിഫോമിൽ തന്നെ ഫുൾ യൂണിഫോമിൽ വന്ന് പറയുന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫുൾ യൂണിഫോമിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി.